ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് തന്റെ മാജിക്കൽ പവറുകൾ ഉപയോഗിച്ച് സൂസി അവളുടെ ഭർത്താവിനെ ഒരു റോബോട്ടിനെ പോലെ ആക്കി തീർക്കുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വീണ്ടും ബാൻഡിമോർ ആണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു ഡെൻഡിമോറിലെ രാജ്ഞി ഇംഗിൾനുക്കിലുള്ളവരുടെയൊക്കെ ഫാം ലാൻഡ് കത്തിക്കാൻ പറയുന്നത്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നത് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാൻഡോട്രോസിന്റെ ഫാദർ നല്ല ദേഷ്യത്തിലാണ്. പ്രതികാരം വീട്ടുമെന്ന് അയാൾ ശപഥം ചെയ്യുന്നു. അവരുടെ ഫാം ലാൻഡ് കത്തിക്കുക മാത്രമല്ല, അയാളുടെ മകനെ കൊന്നു എന്ന് കൂടി അയാൾ പറയുന്നുണ്ട്. എന്നാൽ അയാളുടെ മകളും പാൻഡോട്രോസിന്റെ സഹോദരിയുമായിട്ടുള്ള സ്ത്രീ പറയുന്നുണ്ട് അവൻ മരിച്ചു എന്ന്. ആരാണ് പറഞ്ഞത്? പ്രവചനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി കാട്ടിലെ ഒരു മന്ത്രവാദിനിയുടെ നിർദ്ദേശപ്രകാരം അവൻ എങ്ങോട്ടോ പോയിരിക്കുകയാണ്. ഡെൻഡിമോർ നമ്മളോട് ഇങ്ങനെ ചെയ്തത് അവിടുത്തെ രാജകുമാരനെ കാണാതായത് കൊണ്ടാണ്. അവനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. അത് കേട്ട് അവളുടെ ഫാദർ ദേഷ്യത്തോടെ പറയുകയാണ്, നിന്റെ സഹോദരൻ മരിച്ചിട്ടില്ലെങ്കിൽ അവൻ പിന്നെ പിക്നിക്കിന് പോയതാണോ? നിന്റെ സഹോദരനാണ് മരിച്ചിരിക്കുന്നത്. നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? അപ്പോഴേക്കും ദുഷ്ടനായിട്ടുള്ള മേജ് കൊടുത്തുവിട്ട കുറെ തോക്കുകളുമായിട്ട് മേജിന്റെ ആളുകൾ അങ്ങോട്ട് വരുന്നു. പ്രത്യേക തരത്തിലുള്ള മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. പാൻഡോട്രോസിന്റെ സഹോദരി അവളുടെ ഫാദറിനോട് പറയുന്നുണ്ട് ഇതെല്ലാം ആ മേജിന്റെ ദുഷ്ടബുദ്ധിയാണ്, ഇതിലൊന്നും നമ്മൾ വീഴരുത്. എന്നാൽ അതൊന്നും കേൾക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് മുകളിലേക്ക് വെടിവെച്ച് വലിയൊരു യുദ്ധം തന്നെ അയാൾ പ്രഖ്യാപിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ആർപ്പ് വിളിക്കുന്നുണ്ട്. യുദ്ധമാണ് എല്ലാവർക്കും വേണ്ടത്. പിന്നെ വീണ്ടും പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. ടീന അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ തടവുകാരാണ് എന്ന് പറഞ്ഞ് എപ്പോഴും ഒരു മൃഗത്തെ പോലെ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഈ പ്രിസണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ടീന ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഡെറിക് പെട്ടെന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും വസ്ത്രം ധരിക്കാൻ തരുമോ? ഓ അതിനെന്താ, ഇവിടെ കുറെ പഴയ യൂണിഫോം ഉണ്ട്, കുറച്ച് ഹിപ്പികളുടെ വസ്ത്രങ്ങളുണ്ട്, പിന്നെ റോക്സ്റ്ററുകളുടെ ഒക്കെ വസ്ത്രങ്ങളുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ എടുക്കാം. അതിനുശേഷം ഓരോരുത്തരും ടീന കൊടുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് കാണിക്കുന്നു. ഡെറിക്കിന് ആ വസ്ത്രം ഒരുപാട് ഇഷ്ടം. തന്റെ ജീവിതത്തിലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസാണ് ഇതെന്ന് ഡെറിക് ഇതേ സമയം പറയുന്നു. ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന ടോഡിന്റെ അടുത്തേക്ക് ഫാറ വരുമ്പോൾ ടോഡ് നോക്കല്ലേ എന്ന് പറയുന്നു. ഫാറ അപ്പോൾ പറയുകയാണ് ഞാൻ എന്തോ കാണാത്ത പോലെ. അപ്പൊ ടോഡ് പറയുകയാണ് ഇത്രയും വെളിച്ചത്തിൽ കണ്ടിട്ടില്ലല്ലോ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫാറയും ടോഡും തമ്മിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഇക്കാര്യം തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ടീന ടോഡിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ടാണ് കരുതിയത്. ചിലപ്പോൾ വല്ല അസൂയ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ടോഡിനോട് വല്ല അട്രാക്ഷൻ തോന്നിയിട്ടായിരിക്കും ചിലപ്പോൾ ടീന അങ്ങനെ ചോദിച്ചത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ടീനയ്ക്ക് എന്തോ സംശയം ഉണ്ടായിട്ടായിരിക്കണം നേരത്തെ തന്നെ അതിനെപ്പറ്റി ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ടീനയുടെ ആ ഒരു നിരീക്ഷണ പാഠവും അല്ലെങ്കിൽ പോലീസുകാർക്ക് വേണ്ട ഒരു കഴിവ് സമ്മതിക്കേണ്ടത് തന്നെയാണ്. ടോഡാകട്ടെ ഫാറയുമായിട്ട് കുറച്ചു നേരം ഫണ്ണായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവർ പരിശോധിക്കുന്നത് ആ മരം തന്നെയാണ്. മരം അവിടെ നിന്ന് അവർ മുറിച്ചെടുത്തിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് ഡെഡ് ബോഡി എടുക്കാനുള്ള ശ്രമമാണ്. വളരെ കെയർഫുൾ ആയിട്ട് ഉളിയൊക്കെ ഉപയോഗിച്ച് കൊത്തിയാണ് ഷെർലോക്ക് മരത്തിന്റെ ഉള്ളിൽ നിന്ന് സ്കെൽട്ടൻ എടുക്കാൻ ശ്രമിക്കുന്നത്. അയാൾക്ക് നല്ല രീതിയിൽ അത് സാധിക്കാത്തത് കൊണ്ട് ഫാറ അയാളെ നൈസായിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഫാറയോട് തന്നെ അത് ചെയ്യാൻ ഷെർലോക്ക് പറയുന്നു. എന്നാൽ ദേഷ്യപ്പെട്ടു ഒന്നുമല്ല പറയുന്നത്. അവളുടെ ഫയൽ വായിച്ചപ്പോൾ അവൾ ഇതിൽ മിടുക്കിയാണ് എന്ന് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളോട് അത് ചെയ്യാൻ പറയുന്നത്. ആദ്യം അവളൊന്നും മടിക്കുന്നുണ്ട്. പക്ഷെ ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന ഒരാളെ പുറത്തു നിന്ന് വിളിക്കുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഫാറ തന്നെ അത് ചെയ്യുവാൻ തീരുമാനിക്കുന്നു. ഷെർലോക്കും ടോഡും കൂടി ഇക്കാര്യം സന്തോഷത്തോടെ ഡെറിക്കിനോട് പറയുന്നുണ്ട്. പക്ഷെ ഡെറിക്ക് അങ്ങോട്ട് വരാൻ തയ്യാറാകുന്നില്ല. ടോഡ് അവനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇത് ഭയങ്കരമായിട്ടുള്ള നിന്റെ ടൈപ്പ് കേസാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തോളൂ എന്നാണ് ഡെറിക്ക് സന്തോഷത്തോടെ പറയുന്നത്. ഷെർലോക്ക് അപ്പോൾ ടോഡിനോട് പറയുന്നുണ്ട് ചിലപ്പോൾ ഇതൊന്നും കാണാനുള്ള ത്രാണി അവൻ ഉണ്ടാകില്ല, അതുകൊണ്ടായിരിക്കും അവൻ വരാതിരിക്കുന്നത്. എന്നാൽ ടോഡ് അതിനോട് യോജിക്കുന്നില്ല. വേറെ എന്തോ കാരണം ഉണ്ടാകുമെന്നാണ് അവൻ കരുതുന്നത്. അതിനുശേഷം തലയോട്ടി മുഴുവനുമായിട്ട് അവർക്ക് മരത്തിന്റെ ഉള്ളിൽ കാണുവാൻ സാധിക്കുന്നു. അയാളുടെ തലയിൽ നല്ലവണ്ണം പരിക്കേറ്റിട്ടുണ്ട്. അതായത് മരത്തിന്റെ ഉള്ളിലേക്ക് നിർബന്ധപൂർവ്വം അയാൾ ആകുന്നതിന് മുമ്പേ അയാളെ ആരോ കത്തിയോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ആയുധം ഉപയോഗിച്ചോ കുത്തി കൊലപ്പെടുത്തിയതാണ്. തലയോട്ടിയുടെ ഹോളിനടുത്തായിട്ട് വിള്ളലും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒളിച്ച് നിന്ന് അങ്ങോട്ട് വരാതെയാണ് ഡെറിക്ക് അതെല്ലാം കേട്ടു നിൽക്കുന്നത്. അമാൻഡയും വോഗലിനെയും നോക്കുകയാണെങ്കിൽ അവർ കാറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമാൻഡ പറയുകയാണ് ആരോടും സത്യം വെളിപ്പെടുത്തരുത്, നീ എന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞാൽ മതി, സത്യം ആരോടും പറയണ്ട. അത് കേട്ടിട്ട് അത് ഇഷ്ടപ്പെടാത്ത പോലെയാണ് വോഗലിന്റെ എക്സ്പ്രഷൻ. പോകുന്ന വഴിക്ക് ഒരു വലിയ പറമ്പിൽ കുത്തിവെച്ചിരിക്കുന്ന കോലം കണ്ടു കഴിയുമ്പോൾ അത് തനിക്ക് വിഷനിലുണ്ടായിരുന്ന അതേ കോലം തന്നെയാണെന്ന് അമാൻഡയ്ക്ക് മനസ്സിലാകുന്നു. കറക്റ്റ് വഴിയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് വേറൊരു കാറിൽ പ്രീസ്റ്റ് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പ്രീസ്റ്റിന് അവരെ മനസ്സിലാകാനുള്ള കാരണം അവരുടെ കാറിൽ 3 എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവർ എന്തോ ആവശ്യത്തിന് വേണ്ടി ഏതോ ഒരു കടയിൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും പോലീസ് സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഡെറിക്ക് അവന്റെ കുറെ സംശയങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവനും വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയാൻ സാധിക്കുന്നില്ല. തപ്പിത്തടഞ്ഞാണ് അവൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. പൂർത്തിയാക്കാൻ പോലും അവന് സാധിക്കുന്നില്ല. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു മുറിയിൽ നിന്ന് കുറെ ബെല്ലടി കേട്ട് അവർ അങ്ങോട്ട് പോകുന്നു. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ദേഹത്ത്
മുഖത്ത് മുഴുവനും അഴുക്കായിട്ട് നിൽക്കുന്ന ബാർട്ടിനെയാണ്. ബാർട്ട് ഡെറിക്കിനെ ഹായ് എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്നുണ്ട്. എന്നാൽ പേടിച്ചു പോകുന്ന ഡെറിക് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും തലയിടിച്ച് വീഴുകയും ചെയ്യുന്നു. ബാർട്ട് ആവട്ടെ അതിനുശേഷം തനിക്കൊരു ക്രൈം റിപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. സർജന്റിനാണെങ്കിൽ അല്പമൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒന്നും വായിക്കാനും പഠിക്കാനും തയ്യാറാകാതിരുന്ന അവൻ ഇപ്പോൾ ബ്ലാക്ക് വിങ്ങിനെ കുറിച്ചും ബ്ലാക്ക് വിങ്ങിലെ സബ്ജക്റ്റുകളെ കുറിച്ചും ഒക്കെ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു. പക്ഷേ ഒരു ഫയല് എൻക്രിപ്റ്റഡ് ആണ്. അത് പൊട്ടിക്കുന്നതിന് വേണ്ടി തന്നെ കെന്നിന്റെ അടുത്തേക്ക് അയാൾ വരുന്നു. കെന്നെ ഇക്കാര്യങ്ങളിലെല്ലാം എക്സ്പേർട്ട് ആണെന്ന് അയാൾ എവിടുന്നോ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ശരിയുമാണ്. അത് വളരെ സീക്രട്ട് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കെന്നിന്റെ അടുത്തേക്ക് ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നത്. കെൻ അത് കേട്ട് പറയുകയാണ്, ഇത് 2000-ലുള്ളതാണ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എനിക്കത് ചെയ്യുവാൻ സാധിക്കും. എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് സർജന്റ് അപ്പോൾ പറയുന്നു. കെൻ ചോദിക്കുകയാണ്, എന്നെ വിശ്വസിച്ച് ഇതിലേക്ക് ആക്സസ് തരാൻ പോവുകയാണോ? സർജന്റ് അപ്പോൾ ഒരു മണ്ടന്റെ പോലെ പറയുകയാണ്, ഒരു സഹായമായിട്ട് കരുതിയാൽ മതി. ബാർട്ടിനെ നോക്കുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് അവളെ ഒരു പ്രിസണിലാക്കുന്നു. എന്നാൽ ബാർട്ട് പറയുകയാണ്, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, എനിക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു കടക്കാം. ബാർട്ട് ആ പറഞ്ഞത് ശരിയാണ്. അവൾക്ക് വേണമെങ്കിൽ അത് തകർത്തൊക്കെ പുറത്തു കടക്കാം. അവൾ അങ്ങനെ തടവിലാക്കപ്പെടാൻ പ്രപഞ്ചം അവളെ അനുവദിക്കില്ല. അതേപോലെ തന്നെയാണ് അവൾക്ക് മുറിവേൽക്കാത്തതും. ഫാറ അപ്പോൾ അവളുടെ അടുത്തേക്ക് വന്ന്, നിനക്ക് ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ദേഷ്യത്തോടെ ബാർട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് ഉത്തരം പറയില്ല, നീ എന്നെ ഒരിക്കൽ കുത്തിയതാണ്. ഞാൻ പോലീസുകാരോട് മാത്രമേ മറുപടി പറയുകയുള്ളൂ. ഫാറ അപ്പോൾ അവിടുന്ന് മാറിക്കൊടുക്കുന്നു. ബാർട്ട് അതിനുശേഷം എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നതിന് ശേഷം ആ സ്ത്രീയുടെ അടുത്തെത്തി. അവൾ കരഞ്ഞപേക്ഷിച്ചത് കൊണ്ട് അവളെ കൊന്നില്ല. പക്ഷെ അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ച് എന്തൊക്കെയോ ഷേപ്പുകൾ ഉണ്ടാക്കി എന്നെ വായുവിലേക്ക് എറിയുകയായിരുന്നു. അവളെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾ അവളെ തീർത്ത് കളയണം. ഒരു കാരണവുമില്ലാതെയാണ് അവൾ എന്നെ ആക്രമിച്ചത്. ആരെങ്കിലും ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുമോ? ഡെറിക് പറയുകയാണ്, നീ എന്നെ ആക്രമിച്ചതോ? ബാർട്ട് അപ്പോൾ പറയുകയാണ്, അത് ഒരു പ്രാവശ്യമല്ലേ, രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചു, ഇതും കൂടിയും കൂട്ടി മൂന്നാമത്തെ പ്രാവശ്യം. ഷെർലോക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് ചോദിക്കുകയാണ്, നീ ആളുകളെ കൊല്ലാറുണ്ടോ? ബാർട്ട് അപ്പോൾ നിസ്സാരമായിട്ട് പറയുകയാണ്, എന്റെ ജീവിതത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടി ചിലരെ ഞാൻ കൊല്ലുന്നു, ചിലരെ കൊല്ലാതിരിക്കുന്നു. ഷെർലോക്ക് അതിനുശേഷം അവളെ ആക്രമിച്ച സ്ത്രീ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അവളുടെ മുടിയുടെ നിറവും അവൾക്കൊരു മുടന്തുണ്ടായിരുന്നുവെന്നും അവളെ ആക്രമിച്ച സമയത്ത് അയ്യോ എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ എന്ന് കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നും ബാർട്ട് പറയുന്നു. അതിനുശേഷം ഷെർലോക്ക് ആകട്ടെ ഒരു നിമിഷം എന്ന് പറഞ്ഞ് മാറി നിന്ന് ടോഡിനോടും ഡെറിക്കിനോടും സംസാരിക്കുകയാണ്. ഷെർലോക്ക് പറയുകയാണ്, ഇവൾ പറഞ്ഞ അടയാളം വെച്ച് നോക്കുമ്പോൾ ഇവൾ സംസാരിക്കുന്നത് സൂസി ബോട്ടനെ കുറിച്ചാണ്. സൂസിയെ കുറിച്ചും സൂസിയുടെ ഭർത്താവ് നടത്തുന്ന ഹോട്ടൽ പോലെയുള്ള ഒരു സ്ഥലത്തെ കുറിച്ചുമൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ ടോഡ് പറയുകയാണ്, ഞങ്ങൾ അവിടെയാണ് താമസിച്ചത്. അവിടെ വെച്ച് കാർഡനസ് എന്ന പേര് സൈൻ ബോർഡിൽ ഞങ്ങൾ കണ്ടിരുന്നു. ഈ കാർഡനസ് എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ മരത്തിന്റെ ഉള്ളിൽ ഒരു സ്കൾട്ട് കണ്ടില്ലേ, ആ ഒരു വ്യക്തിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അയാളുടെ ഭാര്യയാണ് കാറിൽ മരിച്ചു കിടന്നയച്ചത്. അവരുടെ പേര് മറീന കാർഡിനസ് എന്നായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഷെർലോക്ക് പോലും പറയുകയാണ്, എവരിത്തിങ് ഈസ് കണക്റ്റഡ്. ഡെറിക് പറയുന്നത് ശരിയാണ്. സൂസി ആകട്ടെ ഇതേ സമയം ഷൈൻ ചെയ്യുന്നതിന് വേണ്ടി അവളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറെ സ്ത്രീകളുടെ അടുത്തേക്ക് വരികയാണ്. ഷെർലോക്കും ഡെറിക്കും ടോഡും കൂടി സൂസിയുടെ വീട്ടിൽ വരുമ്പോൾ ബെല്ലടിച്ചിട്ടും ആരും വാതിൽ തുറക്കുന്നില്ല. അവിടുത്തെ പട്ടി കുരക്കാത്തതിൽ ഷെർലോക്കിന് നല്ല സംശയം തോന്നുന്നുണ്ട്. അതിനിടയ്ക്ക് ടോഡിനോട് ചോദിച്ചിരുന്നു, ഡെറിക്കിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഡെറിക്ക് നിനക്ക് കാശ് തരാറുണ്ടോ എന്ന്. അവൻ എനിക്കങ്ങനെ കാശൊന്നും തരാറില്ല, അവൻ എന്റെ ഫ്രണ്ടാണ്, ക്യാഷൊക്കെ തന്നെ കിട്ടിക്കോളും. അതിനുശേഷം അവർ ഡെറിക്കിനെ നോക്കുമ്പോഴാണ് ഡെറിക്കിനെ കാണാതിരിക്കുന്നത്. ഡെറിക്ക് ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി അവിടുന്ന് പോയതായിരുന്നു. അപ്പോഴായിരുന്നു അവിടെ ബോബിനെ കണ്ടത്. ബോബ് ശരിക്കും റോബോട്ടിനെ പോലെ അനങ്ങാതിരിക്കുകയായിരുന്നു. ഡെറിക്ക് സ്വന്തം പേരൊക്കെ പറഞ്ഞ് അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി ബോബിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ബോബിന്റെ കണ്ണ് കണ്ടപ്പോൾ തന്നെ ഡെറിക്ക് ശരിക്കും പേടിച്ചു പോയിരുന്നു. അവന്റെ ഭാര്യ ഇത്തിരി ഡേഞ്ചറസ് ആണ് എന്നുള്ള കാര്യങ്ങൾ പോലും ബോബിനോട് പറയുന്നുണ്ട്. പക്ഷേ ബോബിനെ കൺട്രോൾ ചെയ്യുന്നത് സൂസിയാണല്ലോ. അവൻ ഇപ്പോൾ സുബോധം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അതിക്രമിച്ച് കയറിയവർ എന്ന് പറഞ്ഞുകൊണ്ട് ഡെറിക്കിനെ അയാൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഡെറിക്കിനെ ഇടിച്ചു വീഴ്ത്തി ഗണ്ണ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ടോഡ് അവിടെ എത്തി അവന്റെ തോളിൽ കയറി ഇന്ന് അവനെ എതിർക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ടോഡിനെയും വലിച്ചെറിഞ്ഞുകൊണ്ട് വീണ്ടും അവർ ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും ഷെർലോക്കും തോക്കുമായിട്ട് അവിടെ എത്തുന്നു. സൂസിയുടെ കൺട്രോളിലുള്ള ബോബ് ശരിക്കും ഒരു പ്രാന്തനെ പോലെ സ്ട്രോങ് ആയിരുന്നു. ഷെർലോക്ക് തോക്ക് താഴെ ഇടാനും കീഴടങ്ങാനും പറഞ്ഞിട്ടൊന്നും ബോബ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ടോഡാകട്ടെ കിട്ടിയൊരു മരക്കഷ്ണം ഉപയോഗിച്ച് അവന്റെ തലക്കടിക്കുകയും ഫാറ മുമ്പ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇടിവള ഉപയോഗിച്ച് അവനെ ഇടിക്കുകയും ചെയ്യുന്നു. ഷെർലോക്ക് അത് കണ്ട് ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ടോഡ് അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളെ മുഴുവനായിട്ട് നിങ്ങൾ പരിശോധിച്ചില്ലല്ലോ, എന്തായാലും അത് കാരണം ഇപ്പോൾ അവർ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും ഷെർലോക്ക് അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് പ്രീസ്റ്റ് അമാന്റെയും വോഗലിനെയും ആക്രമിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. സർജന്റിനെ അവൻ ബന്ധപ്പെട്ട് പറയുകയാണ്, അവരെ കൊല്ലുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. സർജന്റ് നല്ലവനായോ എന്ന് അറിയില്ല. അവൻ പറയുകയാണ്, അവരെ കൊല്ലരുത്. പ്രീസ്റ്റ് പറയുകയാണ്, റൗഡി 3 എന്നല്ലേ അറിയപ്പെടുന്നത്, നാലാമതൊരാളുടെ ആവശ്യമില്ല, അത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതിലും അപ്പുറമാണ്. സർജന്റ് അപ്പോൾ പറയുന്നുണ്ട്, അമാൻഡ ഒരു സാധാരണ സ്ത്രീയാണ്. പ്രീസ്റ്റ് അത് കേട്ട് പറയുകയാണ്, പക്ഷേ നീ ഒരു പ്രാവശ്യം അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അതിന് സർജന്റിന് ഉത്തരമില്ല. പക്ഷേ സർജന്റ് പറയുകയാണ്, ഇവളെ ഉപയോഗിച്ച് മറ്റുള്ളവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനാകും. നിങ്ങൾ ഒളിഞ്ഞു നിന്ന് അവരെ
അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, നിങ്ങളെ അവർക്ക് സ്മെല്ല് ചെയ്യാൻ സാധിക്കും. പ്രീസ്റ്റ് അപ്പോൾ നോക്കാം എന്ന് പറയുന്നു. ഫാറയും ടീനയും ആകട്ടെ ഇപ്പോഴും ആ സ്കെൽട്ടൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കത് പരിശോധിച്ചിട്ടും ഒരു തെളിവും കിട്ടുന്നില്ല. ടീന ഇതേ സമയം ചോദിക്കുന്നുണ്ട്, നീയും ടോഡും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന്. എന്നാൽ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നാണ് ഫാറ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഡെറിക്കും ടോഡും അങ്ങനെയാണോ എന്ന് ടീന ചോദിക്കുന്നു. അതിന് ഫാറ പറയുന്നത്, എന്തായാലും ടോഡ് അങ്ങനെയല്ല, ഡെറിക് അങ്ങനെയാണോ എന്ന് അറിയില്ല എന്നും പറയുന്നു. അപ്പോഴേക്കും അവർക്ക് സൂസിയുടെ മകന്റെ കോള് വരുന്നു. സൂസിയുടെ മകൻ കഴിഞ്ഞ ദിവസം പാൻഡോട്രോസിനെ കാർ ഇടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അക്കാര്യം വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണ് അവർ വിളിക്കുന്നത്. അക്കാര്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അത് സൂസിയുടെ മകനാണ് എന്ന് ടീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അവനെ അവർക്ക് മനസ്സിലായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സൂസിയുടെ മകൻ ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ണെങ്കിൽ അവർ ഇപ്പോൾ കട്ടിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ടോഡ് ഇതേ സമയം അവനെ അറസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഷെർലോക്ക് അപ്പോൾ പറയുന്നുണ്ട്, നമ്മളാണ് അതിക്രമിച്ച് കയറിയത്, അറസ്റ്റ് ചെയ്യാനാകില്ല എന്ന്. അത് മാത്രമല്ല, അവർക്കെതിരെ തോക്ക് ഉപയോഗിച്ചെങ്കിലും ഷൂട്ട് ചെയ്തില്ലല്ലോ, അത് താൻ പിടിച്ചു മാറ്റിയത് കൊണ്ടാണെന്ന് ടോഡ് പറയുന്നു. ഉടനെ തന്നെ ഡെറിക്ക് പറയുകയാണ്, ഇതെല്ലാം തന്നെ കണക്റ്റഡ് ആണ്, വളരെ വിചിത്രകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാം തന്നെ കണക്റ്റഡ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അവർ അത് വലിയ കാര്യത്തിലെടുക്കുന്നില്ല. ടോഡാകട്ടെ ഷെർലോക്കിനോട് ചോദിക്കുന്നുണ്ട്, ആരെയും അറസ്റ്റ് ചെയ്യാത്ത നിങ്ങളൊരു പോലീസുകാരാണോ എന്ന്. അപ്പോഴേക്കും ടീനയുടെ കോള് വരുന്നു. അവർ പുറത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സൂസിയുടെ മകൻ നേരത്തെ വിളിച്ചിരുന്നല്ലോ, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോ ബാർട്ടിന്റെ കാര്യമോ എന്ന് ഷെർലോക്ക് ചോദിക്കുന്നുണ്ട്. ടീനയാകട്ടെ അർജന്റ് ആയിട്ട് കോള് വന്നതുകൊണ്ടാണ് പോകുന്നതെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഷെർലോക്കും ടോഡും എല്ലാം അവരിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് തന്നെ തിരികെ പോകാൻ തീരുമാനിക്കുന്നു. ഫാറയെയും ടീനയെയും നോക്കുകയാണെങ്കിൽ അവർ നല്ല കമ്പനി ആയിട്ടുണ്ട്, നല്ലവണ്ണം സംസാരിച്ചൊക്കെയാണ് പോകുന്നത്. ഫാറയെ വിശ്വസിച്ച് ഗണ്ണ് പോലും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവർ സൂസിയുടെ മകൻ പറഞ്ഞ ആ സ്ഥലത്ത് എത്തുന്നു. അവിടെ പരിശോധിച്ച് നോക്കുമ്പോൾ സൂസിയുടെ മകൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാകുന്നു. അവിടെ ഏതോ അപകടം നടന്നിട്ടുണ്ട്, അവിടെ അല്പം ബ്ലഡും ഉണ്ട്, കാറ് സ്കിഡ് ആയ പാടുമുണ്ട്. അത് മാത്രമല്ല, അവിടെ നല്ലവണ്ണം പരിശോധിച്ചു കഴിയുമ്പോൾ അവിടെ കുറെ കാൽപ്പാടുകൾ കാണുന്നു. അതുവഴി ആ വ്യക്തി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് അവർക്ക് മനസ്സിലാകുന്നു. ആ കാൽപ്പാടുകൾ കാർഡനസ് ദമ്പതികളുടെ വീട്ടിലും കണ്ടിരുന്നു എന്ന് ഫാറ ഇതേ സമയം പറയുന്നതായിട്ട് ഓർത്തു വെക്കണം. അതായത് ആ വീടിന് ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ കാണിക്കുന്നത് സൂസിയെയും മറ്റുള്ള സ്ത്രീകളെയുമാണ്. മറ്റുള്ള സ്ത്രീകൾ നന്നായിട്ട് സംസാരിച്ച് ചിരിച്ചും കളിച്ചും ഒക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ സൂസി ഒന്നും മിണ്ടുന്നില്ല. അത് കണ്ട് സൂസിയോട് കാര്യം അവർ ചോദിക്കുന്നുണ്ട്. സൂസി അപ്പോൾ പറയുകയാണ്, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലേ, എന്നോട് ഒന്നും പറയാൻ തോന്നുന്നില്ലേ, അവരപ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ലല്ലോ എന്ന് പറയുന്നു. അതായത് സൂസിക്ക് തന്നെ കുറിച്ച് ഒരുപാട് മറ്റുള്ളവർ പുകഴ്ത്തി പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ ക്ലബ്ബ് പോലത്തെ സ്ഥലമാണ്. അവൾ അങ്ങോട്ട് വന്നത് തന്നെ വമ്പ് കാട്ടാൻ വേണ്ടിയാണ്. ശരിയാണ്, അവളുടെ പുതിയ മേക്ക് ഓവർ കണ്ട് എല്ലാവരും അതിശയിച്ചിരുന്നു. പക്ഷേ അവിടെ വേണ്ടത് നല്ലൊരു ഇന്ററാക്ഷൻ ആണ്. സൂസിക്കാണെങ്കിൽ അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് സൂസിക്ക് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനാകില്ല, അവൾക്ക് സൈക്കാട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്നാണ്. അവസാനം അവൾ ആ ക്ലബിൽ വേണ്ട എന്ന് പോലും അവർ പറയുന്നുണ്ട്. അത് കേട്ട് സൂസിക്ക് ഒരുപാട് വിഷമവും ദേഷ്യവും ആകുന്നുണ്ട്. ചെറിയ രീതിയിൽ അവൾ കരയുന്നുമുണ്ട്. അവൾ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും എന്നെ കെയർ ചെയ്തിട്ടില്ല, എന്റെ ബാക്കിൽ നിന്നുകൊണ്ട് എന്നെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യാറുള്ളത്. ശേഷം അവളുടെ ഒരുപാട് വിഷമങ്ങൾ അവൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും അവർക്ക് വലിയ സമ്പത്തില്ലാത്തതിന്റെ പേരിലും അവൾ ഇപ്പോഴും ജോലിക്ക് പോകുന്നതിന്റെ പേരിലും എല്ലാവരും അവളെ കളിയാക്കുകയാണ് എന്നാണ് അവൾ പറയുന്നത്. അവരിൽ നിന്നെല്ലാം ഇത്രയൊക്കെ അപമാനം ഉണ്ടായിട്ടും എല്ലാവരോടും നല്ല രീതിയിലാണ് അവൾ പെരുമാറിയിട്ടുള്ളത് എന്നും അവൾ പറയുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീയാണ് ഞങ്ങളെ ഉപേക്ഷിച്ചത്, ഞങ്ങളായിരുന്നില്ല നിന്നെ ഉപേക്ഷിച്ചത്. ആ സമയത്തൊക്കെ നിന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നിനക്ക് വേണ്ടായിരുന്നു. ഞാനോ, നിങ്ങളാണ് എന്നെ ഉപേക്ഷിച്ചത്. എനിക്ക് ആക്സിഡന്റ് പറ്റിയതിനു ശേഷം എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നില്ല. അപ്പോൾ ദേഷ്യത്തോടെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ എന്റെ മകനെ ഇരുത്തി നീ ഡ്രൈവ് ചെയ്തു, ആ അപകടത്തിൽ എന്റെ മകൻ മരണപ്പെട്ടു. എന്നിട്ടും ഞാൻ ആകുലപ്പെടേണ്ടത് നിന്റെ ആക്സിഡന്റിനെ പറ്റി ഓർത്താണോ? എന്റെ മകനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടാതെ എന്നോട് ക്ഷമാപണം നടത്താൻ പോലും നീ വന്നിരുന്നില്ല. സൂസിക്ക് ഡ്രൈവ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ കാരണം അവൾ ഏതോ മെഡിസിൻ എടുത്തിരുന്നു. ആ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും മദ്യപിച്ച് ഡ്രൈവ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് അത് പൂർണ്ണമായിട്ടും സൂസിയുടെ കുറ്റമാണ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ സ്ത്രീ ദേഷ്യത്തോടെ പറയുകയാണ്, നീ ഒരു ദുഷ്ടയാണ്. അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ സൂസിക്ക് അവളുടെ ദേഷ്യം അടക്കാനായില്ല. അവൾ അവളുടെ മാജിക്കൽ സ്റ്റിക്ക് അവരുടെ നേരെ പ്രയോഗിക്കുന്നു. വലിയൊരു പ്രകാശം മാത്രം ഉണ്ടാകുന്നത് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നില്ല, പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാകും. ഫാറയെയും ടീനയും നോക്കുകയാണെങ്കിൽ കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പാൻഡോട്രസ്റ്റിനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു. എന്നാൽ പാൻഡോട്രസ്റ്റ് ആകട്ടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്രിക കാണിച്ചുകൊണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്, മേജിന്റെ സിമ്പൽ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള സാധനങ്ങളുടെ മുകളിൽ, അത് മാത്രമല്ല എന്ത് തരം ജീവിയാണ് ഇന്നലെ എന്നെ ഇടിച്ചു തെറിപ്പിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നു. എന്നാൽ ടീനയാകട്ടെ മുകളിലേക്ക് വെടിവെച്ച് അയാളുടെ കയ്യിലുള്ള കത്രിക നിലത്തിടാൻ പറയുന്നു. വെടിയൊച്ച കേട്ട് പേടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, അയാൾ അതിന് തയ്യാറാകുന്നു. എന്നാൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കയറ് പോലെയുള്ള മറ്റൊരു ടൂൾ ഉപയോഗിച്ച് ടീനയുടെ കയ്യിൽ നിന്ന് തോക്ക് തെറിപ്പിച്ച് കളഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ ഫാറ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് അയാളെ കീഴടക്കുന്നു. ഫാറയുടെ ആ ഫൈറ്റ് കണ്ട് ടീനയ്ക്ക് സന്തോഷം അടക്കാനാകുന്നില്ല. ഫാറയെ നല്ലവണ്ണം അപ്രീഷിയേറ്റും ചെയ്യുന്നുണ്ട്. ഷെർലോക്കും ടോഡും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ കാണുന്നത് ബോറടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ബാർട്ടിനെയാണ്. ഷെർലോക്ക് അത് കണ്ട് ചോദിക്കുന്നുണ്ട്, പുറത്തായിരുന്ന ബെല്ല് എങ്ങനെയാണ് നിന്റെ കയ്യിൽ വന്നതെന്ന്. അവൾ അതിന് ഉത്തരം പറയുന്നില്ല എങ്കിലും നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും അവൾക്ക് പോകാനും വരുവാനും ഒക്കെ സാധിക്കും. എന്തുകൊണ്ടാണ് അവൾ അവിടെ തന്നെ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം അവളോട് അവിടെ നിൽക്കാനാണ് ആവശ്യപ്പെടുന്നത്. എങ്ങോട്ടാണോ അവൾ പോകേണ്ടതെന്ന് പ്രപഞ്ചം തന്നെ അവളോട് പറയും. ഡെറിക് അപ്പോൾ ഷെർലോക്കിനോട് പറയുന്നുണ്ട് അവളോട് അധികം ചേർന്ന് നിന്ന് സംസാരിക്കണ്ട. ടോഡ് ഇതേ സമയം ഡെറിക്കിനോട് പറയുകയാണ് ഇതെല്ലാം തന്നെ മോണ പറഞ്ഞതുപോലെ ആ കുട്ടിയെ കണ്ടുപിടിക്കുക എന്ന കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഡെറിക് ആയിട്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അത് കണ്ട് ടോഡ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്തരം കേസുകളിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ, പക്ഷേ എന്ത് ആറ്റിറ്റ്യൂഡ് ആണ് നീ ഈ കേസിനോട് കാണിക്കുന്നത്? ഡെറിക് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഈ കേസിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. യഥാർത്ഥ കാരണം അവൻ പറയുന്നില്ല, പക്ഷെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നിനക്ക് എന്തുകൊണ്ടാണ് അമാൻഡയുടെ ആ അസുഖം വന്നത്? അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോകുന്നു. കാരണം ആ ഒരു ചോദ്യത്തിന് ടോഡിന്റെ കയ്യിൽ ഉത്തരമില്ല. അത് തന്നെയാണ് ഡെറിക്കിന്റെ കാര്യത്തിലും. സൂസി ആകട്ടെ വീട്ടിലെത്തി കഴിയുമ്പോൾ മകൻ പറയുകയാണ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഡാഡ് അവിടെ കിടക്കുന്നുണ്ട്, ഡാഡിന് എവിടെ നിന്നോ നല്ല അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, നമ്മുടെ ഇവിടുത്തെ പട്ടിയെ കാണുന്നില്ലല്ലോ. അപ്പോൾ മാത്രമാണ് തന്റെ അമ്മയുടെ രൂപത്തിലുണ്ടായിരുന്ന മാറ്റം അവൻ ശ്രദ്ധിക്കുന്നത്. എന്നാൽ അതിനെ പ്രശംസിച്ചൊന്നും അവൻ സംസാരിക്കുന്നില്ല. അത് വിചിത്രമായിരിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷം അവൻ ചോദിക്കുകയാണ് എന്റെ ഫോൺ എവിടെ? അപ്പോൾ മാത്രമാണ് ആ ഫോണിനെ പറ്റി സൂസി ഓർക്കുന്നത്. അവൾ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ മാനേജർ അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിരുന്നല്ലോ. ആ ദിവസം തന്നെയാണ് അയാൾ മരിച്ചതും. അയാളെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയാണ് ഇട്ടത്. അയാളുടെ പോക്കറ്റിൽ ആ ഫോൺ ഉണ്ട്, അത് എടുത്തില്ലെങ്കിലും ആപത്താണ്. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നതായിട്ടും കാണിക്കുന്നു. വോഗലിനെയും അമാൻഡയെയും നോക്കുകയാണെങ്കിൽ സൂസിയുടെ ഭർത്താവ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എത്തുന്നു. ആ സ്ഥലത്ത് തന്നെയാണ് ടോഡും ഫാറയും താമസിച്ചത്. അമാൻഡ പറയുകയാണ് ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്, ഇവിടെ വെച്ച് എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട്. അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അവൾക്ക് അറിയില്ല. അവൾ അവളുടെ വിഷനെ ഫോളോ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന മുറിയുടെ വാതിൽ തകർത്ത് അവർ അകത്ത് കയറുന്നു. മുറി പരിശോധിച്ചു കഴിയുമ്പോൾ അവിടെ വെച്ച് അവർക്കൊരു ബാഗ് കിട്ടുന്നുണ്ട്. ബാഗിന്റെ ഉള്ളിലെ സാധനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് അത് ടോഡിന്റെ സാധനങ്ങളാണ്. ആദ്യം അമാൻഡയുടെ പേരെഴുതിയിരിക്കുന്ന ആ ടാബ്ലറ്റ് ആണ് കിട്ടുന്നത്. ആ ടാബ്ലറ്റ് എങ്ങനെയാണ് അവിടെ വന്നതെന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് ടോഡിന്റെ മെക്സിക്കൻ ഫ്യൂണറൽ ബാൻഡിന്റെ ടീഷർട്ട് അവിടെ കാണുന്നത്. അതുവഴി ടോഡ് അവിടെ വന്നിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അപ്പോഴേക്കും റൗഡി 3യുടെ കാറിന്റെ ശബ്ദം പുറത്തു നിന്ന് അവർ കേൾക്കുന്നു. തന്റെ കൂട്ടുകാരാണ് എന്ന് കരുതി നമ്മൾ അതിൽ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വോഗൽ ആ കാറിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. എന്നാൽ അത് വേറെ ആരും ആയിരുന്നില്ല, പ്രീസ്റ്റും ടീമും ആയിരുന്നു. അവരെ കണ്ട് ബ്ലാക്ക് വിങ് എന്ന് പറഞ്ഞുകൊണ്ട് വോഗൽ ശരിക്കും പേടിക്കുന്നുണ്ട്. അവൻ അങ്ങോട്ട് ഓടി പോകുന്നതിന് മുമ്പേ എന്തോ സംശയം തോന്നി അമാൻഡ അവനോട് പോകരുത് എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ സന്തോഷത്തോടെ അവൻ പുറത്തിറങ്ങുകയായിരുന്നു. അമാൻഡയാകട്ടെ അപകടം മണത്ത് അവനെ പിടിച്ചു വലിച്ച് മുറിയുടെ അകത്ത് കയറ്റുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഡെറിക്കിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ടോഡിനെയാണ്. ടോഡ് ചോദിക്കുകയാണ് നിനക്ക് എന്നോട് സംസാരിച്ചുകൂടെ? ഡെറിക് അപ്പോൾ പാൻഡോട്രോസ്റ്റിനെ അവർ പിടിച്ച കാര്യം പറയുന്നു. എന്നാൽ ടോഡ് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് എനിക്ക് ആ അസുഖം വന്നതിനെ പറ്റി ചോദിച്ചത്? അപ്പോഴാണ് ടോഡിന് മനസ്സിലായത് കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്നില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഡെറിക് അങ്ങനെ സാഡ് ആയത്. ഇതിനു മുമ്പത്തെ പാട്രിക് സ്പ്രിങ്ങിന്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് തുടരെ ക്ലൂകൾ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല എന്താണ് നടക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ ടോഡാണ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. നിന്റെ പരാജയം മാത്രമല്ല ഒരുപാട് വിജയവും ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഇപ്പോൾ ഒരുപാട് സാഡ് ആയിട്ടിരിക്കുകയാണ്, നിന്റെ ജീവിതത്തിന്റെ കൺട്രോൾ നീ ഏറ്റെടുക്കണം. അപ്പോഴേക്കും ടീന അവിടെ എത്തി ട്രോസ്റ്റ് എഴുന്നേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് സൂസിയാണ്. സൂസി അവളുടെ മാനേജറിന്റെ ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലത്തെത്തി അയാളുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ അവിടെയുള്ള സ്ഥലത്തെ ലൈറ്റ് കിടന്നതായിട്ട് അവൾ കാണുന്നു. ഉടനെ തന്നെ കാറിന്റെ പുറകിൽ അവൾ ഒളിച്ചു നിൽക്കുകയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, മേജ് ആയിരുന്നു. മേജ് അവിടെ ഉണ്ടായിരുന്ന ബാർട്ട് കൊന്നവരുടെ ഡെഡ് ബോഡി എല്ലാം കരിയിച്ച് കളയുന്നുണ്ട്. ചാരമായി അത് ഇല്ലാതാകുന്നു. സൂസിയുടെ കയ്യിലുള്ളതുപോലെ അയാളുടെ കയ്യിലും ഒരു മാജിക്കൽ സ്റ്റിക്ക് ഉണ്ട്. പക്ഷെ അതിന്റെ രൂപം വളരെ വ്യത്യസ്തമാണ്. കണ്ടാലേ അത് വളരെ പവർഫുൾ ആണ് എന്ന് തോന്നും. അയാൾ ഇതേ സമയം പറയുന്നുണ്ട് നീ അവിടെ തന്നെ ഉണ്ട് എന്ന് എനിക്കറിയാം. എന്റെ ഒരു സാധനം നിന്റെ കയ്യിലുണ്ട്, അത് തരുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല എങ്കിൽ എനിക്ക് അത് നിർബന്ധപൂർവ്വം വാങ്ങേണ്ടി വരും. സൂസിയുടെ കയ്യിലുള്ള മാജിക്കൽ സ്റ്റിക്കിന്റെ സാന്നിധ്യം അയാൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അത് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. സൂസി ആകട്ടെ മുന്നോട്ട് വരാനും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ മേജ് അയാളുടെ കയ്യിലുള്ള മാജിക്കൽ സ്റ്റിക്കിന്റെ ശക്തി ഉപയോഗിച്ച് സൂസിയുടെ കയ്യിലുള്ള മാജിക്കൽ സ്റ്റിക്കിനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന കാന്തികത മൂലം അവൾ എവിടെയാണ് ഒളിച്ചു നിൽക്കുന്നതെന്ന് പോലും മേജിന് മനസ്സിലാകുന്നുണ്ട്. സൂസി ആകട്ടെ ഇത് എന്റേതാണ്, ഞാൻ തരില്ല എന്ന് പറഞ്ഞ്
പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലുള്ള മാജിക്കൽ സ്റ്റിക്കിനെ മുറുകെ പിടിക്കുന്നു. സൂസി കുറെ നേരം ബലം പ്രയോഗിച്ചു കഴിയുമ്പോൾ മേജിന്റെ സ്റ്റിക്കിന്റെ കാന്തികതയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അവിടുന്ന് പേടിച്ചോടിപ്പോകുന്നു. മേജ് ആകട്ടെ ഒന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ആ സ്റ്റിക്ക് സ്വന്തമാക്കാമായിരുന്നു. പക്ഷേ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിട്ടായിരിക്കാം സൂസിയെ വെറുതെ വിടാൻ അയാൾ തീരുമാനിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടി ട്രോസ്റ്റിനെ ചോദ്യം ചെയ്യുന്നതാണ്. ട്രോസ്റ്റ് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് വിശ്വസിക്കാനാകുന്നില്ല. അവൻ വാൻഡിമോറിൽ നിന്ന് വരുന്നതാണ്. പ്രവചനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി കാട്ടിലുള്ള ഒരു വിച്ചിന്റെ സഹായത്തോടു കൂടിയാണ് അവൻ ഇങ്ങോട്ട് വന്നത്. പ്രവചനം പൂർത്തിയായാൽ മാത്രമേ അവന്റെ ഫാമിലിയും രാജ്യവും എല്ലാം ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ആ പ്രവചനം പൂർത്തിയാകണമെങ്കിൽ ഈ ലോകത്തുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സഹായിക്കുകയുള്ളൂ. അയാളാണ് ആ കുട്ടിയെ കൊണ്ടുവരുന്നത്. ഷെർലോക്ക് ഇതെല്ലാം എഴുതിയെടുക്കുകയായിരുന്നു. ഡിർക്ക് ഇതെല്ലാം കേട്ട് അയാളുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ട്രോസ്റ്റിനോട് ചോദിക്കുകയാണ്, ഇതെല്ലാം തന്നെ ആരാണ്? എല്ലാം പോട്ടെ, ആ കുട്ടിയുടെ പേരെന്താണ്? ട്രോസ്റ്റ് പറയുകയാണ്, കുട്ടിയുടെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആ കുട്ടിയെ കൊണ്ടുവരാൻ പോകുന്ന വ്യക്തിയുടെ പേരറിയാം. അവന്റെ പേര് ഡെറിക് ജെൻലി എന്നാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. ബാർട്ടാകട്ടെ കെന്നിനെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. അവൾ ഇതിനു മുമ്പും പോലീസുകാരോടും ചോദിച്ചിരുന്നു കെന്നിനെ അറിയാമോ എന്ന്. കെന്നിനെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഒരു പക്ഷേ പ്രപഞ്ചം അവളെ ഇങ്ങോട്ട് നയിച്ചത് കെന്നിനെ കണ്ടുപിടിക്കാനാണെന്നാണ് അവൾ കരുതുന്നത്. പിന്നെ കാണിക്കുന്നത് അമാൻഡയെയും വോഗലിനെയുമാണ്. പ്രീസ്റ്റിന്റെ ആളുകൾ അവരെ ശരിക്കും വളഞ്ഞിട്ടുണ്ട്. അമാൻഡ പറയുകയാണ്, ഒന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് മരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. പ്രീസ്റ്റ് ഇതേ സമയം പറയുകയാണ്, എത്ര നേരം നിങ്ങൾ അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും? വോഗൽ, നിന്റെ കൂട്ടുകാർ എന്റെ കൂടെ ഉണ്ട്. നീ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ നിനക്ക് അവരുടെ കൂടെ ആയിരിക്കാം. പീസ്ഫുൾ ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും ഇതുവഴി ഉണ്ടാവുക. ഇതെല്ലാം തന്നെ സർജന്റും കേൾക്കുന്നുണ്ട്. സർജന്റ് അങ്ങനെ തന്നെ എന്ന് പറയുന്നു. അമാൻഡ ഇതേ സമയം പറയുകയാണ്, എന്താണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇതിന്റെ ഒന്നും അവസാനം ഇങ്ങനെയല്ല. ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വോഗൽ ഇതേ സമയം എനിക്ക് അയാളെ അറിയാൻ, ഞാൻ അയാളുടെ കൂടെ പോകട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അമാൻഡ ആകട്ടെ അയാൾ പറയുന്നത് എല്ലാം കള്ളമാണ്, വിശ്വസിക്കരുതെന്ന് പറയുന്നു. എന്നാൽ ദേഷ്യത്തോടെ വോഗൽ പറയുകയാണ്, റൗഡി 3 ആണ് എന്റെ ഫാമിലി, ഞാൻ അവരുടെ കൂടെ പോകും. അത് കേട്ട് വിഷമത്തോടെ അമാൻഡ പറയുകയാണ്, മറ്റുള്ളവർ എല്ലാവരും എന്നെ വിട്ടുപോയി, നീ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കൂ, നീ പുറത്തേക്ക് പോകരുത്. പുറത്ത് പ്രീസ്റ്റ് ആകട്ടെ അവരുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ല എന്ന് കാണുമ്പോൾ ജനലിന്റെ ഉള്ളിലൂടെ ഗ്രനേഡ് എറിയുന്നു. അത് കണ്ട് ഇനിയും എനിക്ക് ക്ഷമിച്ചു നിൽക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് വോഗൽ പുറത്തേക്ക് ഇറങ്ങി ബ്ലാക്ക് വിങ്ങിലുള്ളവരെ ആക്രമിക്കുകയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് വിങ്ങിലുള്ളവരെ ആക്രമിച്ച് പരാജയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പ്രീസ്റ്റിന്റെ അടുത്ത് എത്തുമ്പോൾ അവൻ പരാജയപ്പെടുന്നു. പ്രീസ്റ്റ് അവനോട് ഒരു കാരുണ്യവും കാണിക്കാതെ അവന്റെ കൈയും കൈവിരലും ഒക്കെ ഒടിക്കുന്നുണ്ട്. സർജന്റ് ഇതെല്ലാം കണ്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അങ്ങനെ തന്നെ അവനെ പിടിച്ചുകൊണ്ട് വരാൻ പറയുന്നു. ഇതേ സമയം തന്നെ സർജന്റിന്റെ കയ്യിൽ ഡിർക്കിന്റെ ആ ടോയ് കാണിക്കുന്നുണ്ട്. നേരത്തെ സർജന്റ് ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് പ്രീസ്റ്റിന്റെ കയ്യിലും ഈ ടോയ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മാറി മാറി ഈ ടോയ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മോണയാണ് അതെന്ന് ആർക്കും അറിയില്ല. വോഗലിനെ നോക്കുകയാണെങ്കിൽ അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി അമാൻഡയും പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന വലിയ ഇഷ്ടിക എടുത്ത് പ്രീസ്റ്റിന്റെ തലക്കെറിയുന്നുണ്ട്. ആ അവസരം മുതലെടുത്തുകൊണ്ട് വോഗൽ പ്രീസ്റ്റിന്റെ അല്പം എനർജിയും കുടിക്കുന്നു. അമാൻഡയാകട്ടെ അവരെ പിടിച്ചു വലിച്ചാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. എന്നാൽ പ്രീസ്റ്റിനാകട്ടെ അതിനുശേഷം ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവരെ പിന്നീട് ആക്രമിക്കുന്നത്. സർജന്റ് ആകട്ടെ അവരെ കൊല്ലരുത്, ജീവനോട് തന്നെ അവരെ വേണമെന്ന് പലതവണ പ്രീസ്റ്റിനോട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ പ്രീസ്റ്റ് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ ഗൺ ഉപയോഗിച്ച് ഒരുപാട് ഷൂട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അമാൻഡയും വോഗലും പേടിച്ച് ഒരു ബാത്റൂമിന്റെ ഉള്ളിൽ കയറുന്നുണ്ട്. വോഗലാകട്ടെ അമാൻഡയോട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ക്ഷമാപണം നടത്തുന്നു. എന്നാൽ അമാൻഡ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇവിടെ വെച്ച് എന്തെങ്കിലും നടക്കേണ്ടതാണ്, എന്താണ് ഒന്നും നടക്കാത്തത്, അത് ഉടനെ തന്നെ നടക്കൂ. ഉടനെ തന്നെ അവിടുത്തെ പൈപ്പുകൾ തകരുകയും ബൾബ് മിന്നിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രീസ്റ്റ് ആകട്ടെ അവന്റെ ആളുകളോട് കൂടി അകത്തേക്ക് കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സർജന്റ് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിസ്സഹായതയോടെയാണ് അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പ്രീസ്റ്റ് ആകട്ടെ അതിനുശേഷം ബാത്റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ അവിടേക്കും ഷൂട്ട് ചെയ്യുന്നു. അവൻ തുര ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അമാൻഡയ്ക്ക് ഒരു വിഷൻ ഉണ്ടാവുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ആ വിഷന്റെ ഒപ്പം ചുറ്റുപാടുകളിലും എന്തൊക്കെയോ നടക്കുന്നു. പ്രീസ്റ്റ് ആകട്ടെ ബാത്റൂമിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവരെ അവിടെ കാണുന്നില്ല. സർജന്റിനോട് ഇക്കാര്യം വിളിച്ചു പറയുന്നു. അവർ അപ്രത്യക്ഷമായിരിക്കുന്നു. അത് കേട്ട് സർജന്റിന് സന്തോഷമാകുന്നുണ്ട്. അവർ മരിച്ചിട്ടില്ലല്ലോ. ദേഷ്യത്തോടെ പ്രീസ്റ്റ് ഇത് ഇങ്ങനെയൊന്നും തീരാൻ പോകുന്നില്ല എന്ന് പറയുന്നു. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.